അങ്ങനെ ഫൈനലി നമ്മുടെ വിജയ് തമിഴ്നാടിന്റെ CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയത്തുണ്ടല്ലോ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഒരാളെന്ന് പറയുന്ന രീതിക്ക് നമ്മൾ നോക്കുക. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ വളരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് കൈയടിച്ച, നമുക്കൊക്കെ ഒരു അവധി ദിവസമൊക്കെ കിട്ടുവാണെങ്കിൽ, ഒരു ശനിയോ ഞായറോ ഒക്കെ കിട്ടുവാണെങ്കിൽ, ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ പടങ്ങളായിരിക്കും നമ്മൾ TV കണ്ടിട്ടുണ്ടാവുക. ഒട്ടുമിക്കവാറും അന്നത്തെയൊക്കെ കിഡ്സിന്റെ ഇപ്പൊ ഒരു 10-25 അതിന് മുകളിലൊക്കെ വയസ്സുള്ള ആളുകൾക്കൊക്കെ അത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോഴും അതാ കേട്ടോ. പക്ഷേ ഇപ്പം കുട്ടികൾ കുറച്ചും കൂടി നമ്മളിപ്പോൾ Instagram ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത്, ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിജയുടെ ഒരു പടം ഉറപ്പ് മസ്റ്റാണ്. അതിപ്പോ ഗില്ലി എന്ന് പറഞ്ഞ പടമാണ് വിജയുടെ കരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറഞ്ഞാൽ ഗില്ലിയാണ്. ഗില്ലി പോലൊരു പടം ഒരു ശനിയാഴ്ചയൊക്കെ ഒരു ശനിയോ ഞായറോ ഒക്കെ ഒരു അവധി ദിവസമൊക്കെ കിട്ടുമ്പോൾ അതിരുന്ന് കാണുമ്പോൾ ഒരു കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ ആളുകൾക്ക് അദ്ദേഹത്തിനോടൊരു ഇഷ്ടം. ഇപ്പൊ അദ്ദേഹം CM ആയതുപോലും അദ്ദേഹത്തിനോടൊരു ഇഷ്ടം ആളുകൾക്കുണ്ടല്ലേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞാലും കേരളത്തിലുള്ളത് നമുക്ക് പോലും അദ്ദേഹത്തിനോട് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലെ അവിടുത്തെ ആളുകളുടെ ഒരു മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനോട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും സീറ്റ് കിട്ടിയതും ഇത്രയും അധികം വോട്ടുകൾ അദ്ദേഹം നേടിയതും. ഒരു സംശയമില്ല കാര്യം പറയുകയാണെങ്കിൽ. ഇതിനകത്ത് ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും പറയും അദ്ദേഹം CM ആയി, അദ്ദേഹത്തിന്റെ പ്രസംഗം കുറച്ചും കൂടി മറ്റാരോ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ ഇത്രയും അധികം ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ, ഒരു സിനിമയ്ക്ക് 100 കോടിക്ക് മുകളിലാണ്. ഒരു സിനിമയ്ക്ക് 100 കോടി 100 കോടിക്ക് മുകളിൽ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരാൾ എന്തിന് രാഷ്ട്രീയത്തിലേക്ക് പോകണം? അതെങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും പൈസ നമ്മൾ വാങ്ങിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകണം? മണി ആൻഡ് പവർ, 2 ഫാക്ടർ ഉണ്ട്. മണി ആൻഡ് പവർ. പക്ഷെ ഇത് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മണി എന്ന് പറയുന്നത് നമ്മളൊരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? അത് പൈസ കിട്ടും. പക്ഷെ പവർ അങ്ങനല്ല. പവർ എന്ന് പറഞ്ഞാൽ ചില പൊസിഷൻസ് നമുക്ക് തരുന്ന ചില പ്രിവിലേജുകളാണ് പവർ എന്ന് പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുന്ന വിജയുടെ TVK എന്ന് പറഞ്ഞൊരു പാർട്ടി മത്സരിച്ച, ഇത്രയും അധികം വോട്ടും നേടിക്കൊടുത്ത് അദ്ദേഹത്തിന് CM-ന്റെ പൊസിഷനിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ ഞാൻ ഇത് കണ്ടു കേട്ടോ, അദ്ദേഹം CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവം കണ്ടു. അപ്പോ ഗവർണർ പറഞ്ഞു കൊടുക്കുക, അതായത് ഗവർണർ പറയാണ് ഇങ്ങനെ, അതായത് ഞാൻ ജോസഫ് വിജയ് ഞാൻ അങ്ങനെ പറയൂ. ഇദ്ദേഹം മൈക്കങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, ജോസഫ് വിജയ് എന്റുണ്ണാൻ. സ്റ്റേജ് ഒരു സൈഡിൽ നിന്ന് കത്തി അങ്ങ് തുടങ്ങുക. ഒരു മൂലയിൽ നിന്ന് ഇതിങ്ങനെ കത്തി അങ്ങ് തുടങ്ങുക. അപ്പൊ രാഹുൽ ഗാന്ധി ഒക്കെ ഉണ്ടായിരുന്നു വേദിയിൽ. രാഹുൽ ഗാന്ധി ഒക്കെ ഓർത്ത് കാണുക, എന്തുവാ ഇത് സംഭവം? ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കണ്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ വിസിലടിച്ച്, അതുകൊണ്ടാണ് അതായത് ചിഹ്നം ഒരു വിസിലല്ലേ, അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ആ ഒരു സ്റ്റേജിൽ, ആ ഒരു സിറ്റുവേഷനിൽ അവിടെ പോയി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാം വിസിലടിക്കും, നമ്മളും വിസിലടിക്കും. അത് അങ്ങനെ അതിന്റെ ഒരു വൈബ്. അപ്പൊ ആ CM എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് ഡിറ്റർമിനേഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിജയ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിർത്തി ചെറിയ ഇലക്ഷനൊക്കെ ജയിപ്പിച്ച് സീറ്റുകളൊക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കിട്ടി. അതായത് ബേസിൽ എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, സോ പിക്ക് ചെയ്യാം, നമുക്ക് നൈസായിട്ട് പിക്ക് ചെയ്യാം എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കിട്ടി. പക്ഷെ എന്നാലും ഇതുപോലെ സിനിമ പോലൊരു മേഖലയിൽ നിന്നും അങ്ങോട്ട് പോയി, അതും ഇത്രയും ടോപ്പാണ് സിനിമയുടെ സാധാരണ ഒരു ആർട്ടിസ്റ്റ് അല്ലത്, ടോപ്പ്. അദ്ദേഹത്തിനെ വിശ്വസിച്ച് മില്യൺസ് മുടക്കാൻ കഴിവുള്ള ആളുകൾ പുറകെ നടക്കും. അദ്ദേഹത്തിന് വേണ്ടി പൈസ മുടക്കാൻ കിട്ടും. പടം ഇറങ്ങിയാൽ എത്ര മോശം പടമാണെങ്കിലും മുതൽ മുടക്കിന്റെ ഇരട്ടി വാരി കോരി എടുക്കും, ഉറപ്പാണ്. അപ്പൊ അങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയിട്ട് അവിടെ ഇതുപോലൊരു മിന്നും വിജയം, ഇതിനെന്താ പറയുക, പിന്നെ മിന്നും വിജയം, അട്ടഹാസ വിജയം, ഇതിന് വേറൊന്നും നമുക്ക് പറയാനില്ല.
ഇപ്പൊ ഇതിനകത്ത് കുറച്ച് സീറ്റിന്റെ കുറച്ച് കുറവ് വന്നപ്പോഴത്തേനും അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പം ആരായിട്ടായിരിക്കും. പക്ഷെ അതുപോലും കണ്ടോ, എന്ത് പെർഫെക്റ്റ് ആയിട്ട് ചിന്തിച്ച്, അതൊരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു 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 നമുക്ക് എന്താ പറയാ, ഒരു റോൾ മോഡൽ. പേഴ്സണൽ ആയിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം കാണും. 100+100, 100ന്റെ അടിയിൽ 100 എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വ്യക്തികൾ പോലും ഈ ലോകത്തില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരുപാട് കുറവുകളുണ്ട്. ഒരു ആസ് എ പേഴ്സൺ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് ഇത്രയും ഡിറ്റർമിനേഷനോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് സി എം പൊസിഷൻ വരെ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഒരു മാസ്, ഒരു സിനിമ കണ്ട ഫീല്. ഒരു സിനിമ, നല്ലൊരു തമിഴ് സിനിമ, വിജയുടെ ഗില്ലി ഫസ്റ്റേ പോയി കണ്ട ആളുകളുടെ ഒരു ഫീൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞവര്. ഇതിലും വലിയ എന്താണ് ഒരു ഒരു സംഭവം നമുക്ക് മുന്നിൽ കാണാനുള്ളത്? അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും. ഒരാൾക്ക് പറഞ്ഞു വരെ കൊടുക്കാം. സി എം ആയേ രാഷ്ട്രീയത്തിൽ വന്നിട്ടേ ജസ്റ്റ് പ്രതിപക്ഷമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ആളല്ല, സി എം ആയി. നമ്മളിപ്പോ ഒരു ഫാൻ ബേസിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിലും അദ്ദേഹം എന്ന് പറയുന്ന എന്നും നമുക്ക് കുറച്ചൊക്കെ നോക്കി പഠിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ്. ഇത്രയും അധികം ഒരു ലൈഫ്, ഒരു സ്കെച്ച് പ്ലാൻ പോലെ വരച്ചെടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ചെയ്ത്, വേണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് കുറച്ചു കാലം മുന്നേ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ, അതിനകത്ത് കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് കേട്ടോ, എന്തുകൊണ്ട് ഇദ്ദേഹം കുറച്ചു കാലം മുന്നേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല? ആ സമയത്ത് അവിടെ സ്ട്രോങ് ആയിരുന്നു ബാക്കിയുള്ള രണ്ട് ഘടകങ്ങളും. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് കാര്യമില്ല. കറക്റ്റ് അതിന്റെ ഒരു വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇത് തുടങ്ങിയ സമയത്ത് മറ്റൊരു കാര്യം പറയുമായിരുന്നു, നിങ്ങൾക്കറിയോ? അതായത് ഈ ഫാൻസ് എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരല്ലേ, 18 പോലും ഇല്ലാത്ത കുറച്ച് ട്രോളുകളൊക്കെ വന്നായിരുന്നു. 18 പോലും ഇല്ലാത്ത പിള്ളേരല്ലേ, ഇവർക്ക് എങ്ങനെ സാധിക്കും ഈ ഒരു വോട്ടിന്റെ ആ ഒരു കൗണ്ട് കൂട്ടാനായിട്ട്? കണ്ടോ, വോട്ടിന്റെ കൗണ്ട് കൂടിയത് കണ്ടോ? ഈ കുട്ടികൾ എവിടെയുള്ളതാ? കുട്ടികളെല്ലാം ഒരു വീട്ടിലുള്ളതാ. ആ വീട്ടില് അപ്പൻ, അമ്മ, സഹോദരങ്ങൾ കാണും, ബന്ധുക്കൾ ചിലപ്പോൾ കൂട്ടായിട്ട് താമസിക്കുക, അങ്ങനെയൊക്കെ കാണും. ഒരാൾ ഒരു വീട്ടിൽ, ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പറയാം, ഒരാള് ഒരു വീട്ടിൽ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആശയത്തിനോട് നമ്മൾ ചായുന്നുണ്ടെങ്കിൽ, എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ളവരെയും ബാധിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങൾക്കും അപ്പൻ, അമ്മ മ്യൂസിക് നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ ഒരു പ്രാക്ടീസ് ഉള്ള ആളുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടിയും കുറച്ച് പ്രായം എത്തുമ്പോൾ മ്യൂസിക് പഠിക്കാൻ വേണ്ടി പോകും. പോയി കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടമാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇനി വിട്ട് കളയണോ എന്നൊക്കെ ഉള്ളത് അവന്റെ കാര്യമാണ്. പക്ഷേ പോയിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലൊരു മാസാക്കി ആ ഒരു തമിഴ്നാടിനെ അങ്ങോട്ട്, എന്താ പറയുക ഇതിനൊക്കെ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് നമുക്കൊക്കെ ഒരു റോൾ മോഡൽ ഒരു സെറ്റപ്പാണിത്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. ആ ഒരു ഡിറ്റർമിനേഷൻ, വല്ലാത്തൊരു സംഭവം തന്നെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോ എന്റെ ഇൻസ്റ്റാ പേജിലാണെങ്കിലും, ഇപ്പൊ ഫൺമേഡ് വേയുടെ ഇൻസ്റ്റാ പേജിലാണെങ്കിലും, ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര മാത്രമൊക്കെ ഒരു ഹൈപ്പിൽ ഇങ്ങനെയൊക്കെ കയറി വരും ഞാൻ സത്യം പറയല്ലോ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള ഫാൻസ് ആണ് അദ്ദേഹത്തിന്. ഞാൻ ജന്മത്തിൽ എന്റെ അകലെയുള്ള കിനാവുകളിൽ പോലും ഞാൻ ഓർത്തിട്ടില്ല. സംഭവം പക്ക, ഒന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും. ഇനി ഒരു 5 വർഷം അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ളതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രാഷ്ട്രീയ ഭാവി. പക്ഷെ എന്നാൽ ഇവിടം വരെ എത്തിയില്ലേ, CM സീറ്റ് കയറി ഇരുന്നില്ലേ. ഇനി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം ആളുകളെ എങ്ങനെ കൂടെ നിർത്തുന്നു. അപ്പോൾ വലിയൊരു ചലഞ്ചാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി പ്രോസസ് അല്ല ഇത്. അപ്പോ വിജയണ്ണന്, ദളപതി വിജയ് അല്ല, ഇനി CM വിജയ്ക്ക്